ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചക്ക ചിപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചക്ക ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരൈറ്റം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ അത്യാവശ്യം മൂത്ത ഒരു വലിയ ചക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചുളയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചക്ക നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം ചക്ക ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ചക്ക പശയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കല്ലും മണ്ണും പൊടിയൊക്കെ പറ്റിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാൽ നമ്മളിത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ കഴുകിക്കഴിഞ്ഞാൽ അതിലെ ജലാംശമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ചക്ക വെട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല കഴുകാതെ തന്നെ നമുക്ക് ഈ ഒരു ചക്ക ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു ചക്കച്ചോള നല്ല ക്ലീൻ ആയിട്ടുള്ള ചക്കച്ചോള ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കൂടുതൽ അങ്ങ് തിക്നെസ് ആക്കുക വേണ്ട, എന്നാൽ അധികം അങ്ങ് തിക്നെസ് കുറച്ച് കളയാൻ വേണ്ട. ഒരു പാകത്തിന് തിക്നെസ്സിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ചക്ക ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് നല്ലൊരു പൊള്ളിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ചക്കച്ചോള മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു പാക്കറ്റ് ആക്കിയിട്ട് നമ്മളിത് പുറത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ചക്കയൊക്കെ ക്ലീൻ ആക്കി ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ചക്ക മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം തിക്നെസ്സോടെ തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ചക്ക മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചക്ക മുഴുവനും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം നിറയെ ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ എന്തായാലും മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും അധികം ചക്കക്കാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കുറച്ച് ചക്ക ചിപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാ ഭാഗത്തും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എത്തുന്ന വിധത്തിൽ ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പാത്രത്തിൽ നിറയെ ചക്ക ഉള്ളത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. എങ്കിലും ഞാനിവിടെ നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. അപ്പോൾ ഇതിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാത്രം ചൂടായി വരുന്ന സമയത്ത് 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിൽ ചക്ക ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ചക്ക ചിപ്സിന് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഈ ഓയിലിട്ട് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഓയിലിന് കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ചക്ക ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ചക്ക ചിപ്സിനും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു എണ്ണയിൽ ഇതുപോലെ കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കറിവേപ്പില മുഴുവനായിട്ടും നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കറിവേപ്പില നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത്
റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചക്ക പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്. ഈ ഒരു ഓയിലിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം. അതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചക്ക മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് ഇത് ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുഴുവനായിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്നും കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ചക്ക ചിപ്സ് അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റോ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചക്ക ചിപ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചക്ക ചിപ്സ് ഉണ്ടാക്കാനൊക്കെ വലിയ പാടാണെന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതുപോലെ ചക്ക ഒന്ന് വെട്ടിയിട്ട് ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ എന്തായാലും മറക്കാതെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയ ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു കവറിലിട്ട് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പം ചെറിയൊരു വരുമാന മാർഗം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീട്ടിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ പുറത്തുനിന്ന് ബേക്കറിയൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് ഇതേപോലെ ചക്കയൊക്കെ ഫ്രൈ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് വർഷങ്ങളോളം തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സൗണ്ട് ചേഞ്ച് ആകുമ്പോൾ മനസ്സിലാകും. ഇത് നല്ല ക്രിസ്പിയായി വരുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ടൊക്കെ ചേഞ്ചായി വരും. ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് ഒട്ടും കരിയാതെ നല്ല ഗോൾഡൻ കളറിൽ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ചക്ക ചിപ്സാണിത്. അപ്പോൾ കഴിക്കാൻ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ട്രിപ്പ് ചക്കയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ മുഴുവൻ ചക്ക ഞാനിപ്പോൾ ഇവിടെ 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലെ ജലാംശമൊക്കെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചക്ക ചിപ്സ് എത്രയും പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ആ ഒരു ചക്ക ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്, ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുള്ളൊരു ചക്ക ചിപ്സാണിത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു ചക്ക ചിപ്സ് മുഴുവനും ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചക്കയും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ ചക്കയും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ചിപ്സിൽ നിന്നും കുറച്ച് മാത്രം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്കിതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പിയാണ് എന്ന്. അപ്പോൾ ഇതാ കുറച്ച് ഞാനിപ്പോൾ ഇവിടെ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി പാക്കറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പാക്കറ്റാക്കിയിട്ട് സെയിൽ ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിവിടെ സീൽ ചെയ്തെടുത്ത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ചക്ക ചിപ്സ് എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടോ, ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.